ഹായ് ഹലോ നമസ്കാരം ഗൈസ്. രേണുസുതി ഉള്ള കാരണം ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഒന്ന് ഈ പേജൊക്കെ ഒന്ന് ഡെഡായിട്ട് ഇരിക്കുകയാണ് നോക്കി അവൻ എന്ത് ചെയ്യണം എന്ന് വിചാരിക്കുന്നവരൊക്കെ ഒരുപാട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കുറെ പുതുമുഖങ്ങൾ രേണുസുതിയെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഇത് പുതുമുഖമല്ല, പക്ഷേ ഇവിടെ ഞാൻ പോയിന്റ് ചെയ്യുന്നത് ഇല്ല. കേൾക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാനിപ്പോൾ വന്നത് നമ്മുടെ രേണുസുതി പുള്ളിക്കാരെ കുറിച്ചൊരു കാര്യം ചോദിക്കാൻ. ഒരുപാട് പേര് അവരെ വിമർശിക്കുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്, ഒരു മോശം സ്ത്രീയായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. സോ അതാണോ ശരി, അതോ ഞാൻ ചിന്തിക്കുന്നതാണോ ശരി? ഇത് ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ജസ്റ്റ് വീഡിയോ കാണിച്ചിട്ട് ഞാൻ പുള്ളിക്കാരെ കുറ്റപ്പെടുത്തുന്നതല്ല. അത്രയും എല്ലാവർക്കും കൂടെയുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അവരിങ്ങനെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് രേണുസുതിക്കും സപ്പോർട്ട് കൊടുക്കുന്നതല്ല, സോ അവരെ കുറ്റപ്പെടുത്തുന്നവരെ വിമർശിക്കുന്നതുമല്ല. ഇത് രണ്ടും തമ്മിൽ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായം പറയണമെന്ന് തോന്നി. സോ സോഷ്യൽ മീഡിയ പോലെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഉള്ളപ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കാമെന്ന് കരുതി അതാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം. അവരെപ്പോഴാണ് നിങ്ങൾക്ക് മോശപ്പെട്ട സ്ത്രീ ആയത്, അല്ലെങ്കിൽ അവരെപ്പോഴാണ് നിങ്ങൾക്ക് നല്ല സ്ത്രീ ആയിരുന്നത്? നിങ്ങളാണ് ചിത്രീകരിച്ച് വെച്ചത്. എല്ലാവരും ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു രേണുസുതിയുണ്ട്. അത് അങ്ങനെയല്ല. അവർ കളത്തിലിറങ്ങി അവർ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിൽ അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് അതൊക്കെ അവർ ചെയ്തു, എല്ലാം വിജയിച്ചു. അവർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ അയ്യോ കരഞ്ഞിട്ടുള്ള പാവം രേണുവല്ലല്ലോ ഇത്, ഇവിടെ ഇങ്ങനെ മോശം രീതിയിൽ വസ്ത്രം ധരിക്കണം, ഇങ്ങനെയല്ല നിങ്ങൾ വിചാരിച്ചത് എന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിച്ച് വെച്ച ചിന്തകൾ തെറ്റാണെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ അതിനവരെ കുറ്റപ്പെടുത്തിയൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ പറഞ്ഞിട്ടല്ലല്ലോ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു. നിങ്ങൾ സ്വയം ചിന്തിച്ച് വെച്ച ഒരു കാര്യം അതങ്ങനെയല്ലാന്ന് നിങ്ങൾ പിന്നീട് തിരിച്ചറിയുമ്പോൾ അതിൻ്റെ പുറകെ പോയി അവരെ വിമർശിച്ചിട്ട് കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് തോന്നുന്നത് നിങ്ങൾ അവരെ പുറകെ പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ്. അവർ ജീവിക്കട്ടെ എന്ന്. കാരണം ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ സ്റ്റേജ് എത്രത്തോളം ഫൈറ്റ് ചെയ്ത് വന്നതാണെന്ന് എനിക്കറിയാം. സോ ഞാൻ അനുഭവിച്ചതിൻ്റെ ഒരു 20% അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒന്ന് പറയാൻ തോന്നി. അപ്പോൾ ഇതിന് എന്നെ കുറ്റപ്പെടുത്തുന്നവരാണെങ്കിലും അവർക്കെതിരെ സംസാരിക്കുന്നവരാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിലും എന്താണെങ്കിലും ഒന്ന് കമന്റ് ഇട്ട്. ഓക്കെ, ഫൈൻ. ഇവിടെ ഈ കുട്ടി ചോദിക്കുന്ന ചില കാര്യങ്ങൾ എനിക്ക് രേണുവിനെ, അതായത് രേണുവിന്റെ സബ്സ്ക്രിപ്ഷനെ മാത്രം എടുത്ത് റിയാക്ട് ചെയ്യുന്ന ചില സ്ത്രീകളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇതിലിപ്പോ ഒരു സ്ത്രീ പറയുന്നുണ്ട് എന്താണ് കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്കേർട്ട് മാക്സിമം ഇറക്കി ഉടുത്തിരിക്കുന്നു. ഇതൊക്കെ പറയുന്നതിൽ എന്താണ് ഒരു ലോജിക് ഉള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഡ്രസ്സിങ് എന്നുള്ളത് ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്, പേഴ്സണൽ ഫ്രീഡം ആണ്. ഓക്കെ, അപ്പോ സ്ത്രീകൾക്ക് ഇപ്പം ലൈക്ക് ഓരോരുത്തർ എന്ത് ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇടണം എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ ഈ വീഡിയോയിൽ കാണിച്ച ആ ഒരു ചേച്ചി പറയുന്നത് മാക്സിമം സ്കേർട്ട് ഇറക്കിയിട്ടിരിക്കുന്നു. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, മനസ്സിലായോ? രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെ നാട്ടുകാർ, ഒരു കൂട്ടം ആൾക്കാർ റോങ് ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഓൾറെഡി. ചില ആൾക്കാർക്ക് രേണുസുതിയെ ഭയങ്കര ഇഷ്ടമാണ്. ആസ് എ പേഴ്സൺ ഞാൻ രേണുവിനെ എനിക്ക് ഇഷ്ടവുമാണ്. അതേപോലെ ചില രേണുവിന്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ചില രേണുവിന്റെ ബിഹേവിയറിൽ ചില തിരുത്തുകൾ ഉണ്ടായാൽ കൊള്ളാം എന്നുള്ളൊരു അഭിപ്രായമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. രേണു എവിടെ പോകണം, രേണു എങ്ങനത്തെ ഡ്രസ്സ് ഇടണം എന്നൊക്കെ രേണു തന്നെയാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ചില അപ്രിയ സത്യങ്ങൾ മിണ്ടാതിരിക്കുന്നത് തന്നെയാണ് ഈ സൊസൈറ്റിയിൽ വളരെ നല്ലത്. ഓക്കെ, ആൻഡ് എത്ര സ്ത്രീകൾ ഇവിടെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്, എത്ര സെലിബ്രിറ്റീസ് ഇവിടെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ എത്ര സെലിബ്രിറ്റീസിന്റെ വീഡിയോസിനെ എടുത്തു വെച്ച് എത്ര ആൾക്കാർ കീറി മുറിച്ചിട്ടുണ്ടെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അപ്പോൾ രേണുവിനെ മാത്രം ഇവിടെ എടുത്ത് കീറുന്നത് എന്തുകൊണ്ടാണ്? പേജ് റീച്ച് ആവാനും നാലാൾ അറിയപ്പെടാനും രേണുവിന്റെ കോണ്ടന്റിൽ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ്, അല്ലെ? അപ്പോ രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണുവിൻ്റെതായ ജീവിതം നയിക്കപ്പെട്ടു പോവുകയാണ്. രേണു അവിടെ ഇപ്പൊ ബാർ പോയി പ്രൊമോഷൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ രേണു ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയോണ്ടോ, നേരത്തെ ചേച്ചി പറഞ്ഞ മാതിരി സ്കേർട്ട് ഇത്തിരി ഇറക്കി ഇട്ടുകൊണ്ടോ ഒന്നും മറ്റുള്ളവരുടെ വീട്ടിൽ അരിവേവാതിരിക്കുകയോ ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ രേണു റിയാക്ട് ചെയ്യുന്ന രീതി കുറച്ച് കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായമുള്ള ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ഞാൻ. ബാക്കിയൊക്കെ നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഉള്ള ജീവിതാവകാശങ്ങളെല്ലാം രേണുവിനുണ്ട്. പിന്നെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സംഭവം, അതിനകത്ത് ചിലർ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ ഫുഡ് ഐറ്റംസ്, മോഡലിംഗ് ചെയ്യുന്ന ആൾക്കാർ തുടങ്ങിയ മോഡലിംഗ് ഐറ്റംസ്, അതായത് എക്സ്ക്ലൂസീവ് ആയിട്ട് കുറച്ച് ടിപ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തർ രീതിയിൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അത്. ഓക്കെ,
അപ്പൊ ഈ രേണു മോശപ്പെട്ട സ്ത്രീയാണെന്ന് പറയാൻ ചില ആൾക്കാർ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചിട്ട് വെള്ളം എടുത്ത് വീട്ടിലിരിക്കാഞ്ഞിട്ടോ റോങ് ആന്ന് പറയാനുള്ള കാരണം, അല്ലെങ്കിൽ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ബാർ ഡാൻസ് ചെയ്യുന്നുണ്ടോ, ബാറിൽ പോയിട്ട് പ്രൊമോഷൻ ചെയ്യുന്നതോ. ഈ പറയുന്നവർ ആരും രേണു ഒന്ന കൊച്ചിന് ഒരു നേരത്തെ ഫുഡ് വാങ്ങിച്ചു കൊടുത്തോ, അല്ലെങ്കിൽ രേണു ഒന്ന വീട്ടിലോട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ കുറച്ച് പൈസ കൊടുത്തോ എന്നൊന്നും പറയുന്നില്ല അല്ലെ. ആ ഒരു കാര്യം നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതാണ്. പക്ഷെ രേണു ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാത്തിടത്തോളം കാലം അത് ജീവിച്ചു പോയിക്കോട്ടെ എന്ന് വിചാരിക്കുക മാത്രമേ ആവശ്യമുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എന്താ പറയാ, സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് രേണു കംപ്ലീറ്റ്ലി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും. കോൺട്രവേഴ്സീസ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയക്കാർ ഓരോന്ന് ചോദിക്കുന്നു, അതിന് തിരിച്ച് മറുപടി വരുന്നു, പിന്നെ വീടിന്റെ ഇഷ്യൂസ് വരുന്നു. അതേപോലെ പിന്നെ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് അറിയും, ഈ പുറത്ത് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മീഡിയയ്ക്ക് മുന്നിൽ സംസാരിക്കുന്ന രേണുവിന്റെ പേഴ്സണൽ ലൈഫിൽ പലതും നടന്നിട്ടുണ്ടാവും. ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫിൽ ഓരോ കാര്യങ്ങളുണ്ടാവും. അത് ഡിഗ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ രേണുവിന്റെ അബോഷന്റെ കാര്യത്തെ പറ്റി സംസാരിക്കുന്നു, അല്ലെങ്കിൽ രേണുവിന്റെ അതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്തോ ഏതോ നമുക്കറിയത്തില്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ ക്ലോസൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ സബ്സ്ക്രിപ്ഷനിൽ രേണു ഇപ്പൊ ഈ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നത് അത് രേണുവിന്റെ തികച്ചും ഇഷ്ടമാണ്. രേണു ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, പൈസയ്ക്ക് പൈസ തന്നെ വേണം, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു പോകുന്നു. അപ്പൊ ഒരു പെൺകുട്ടിയെ ചീത്തയായി ചിത്രീകരിക്കപ്പെടാനായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ നിസ്സാര കാര്യങ്ങൾ മതി. അവർക്ക് ആ സ്ത്രീയെ ഇഷ്ടമല്ല എന്ന ഒരു മോശപ്പെട്ട സ്ത്രീയാണ്. എന്നാൽ എത്ര മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്താലും അല്ലെങ്കിൽ എത്ര തെറ്റായ കാര്യങ്ങൾ ചെയ്താലും ആ വ്യക്തിയോട് ഒരു ഇഷ്ടം നമുക്കുണ്ടെങ്കിൽ അത് ന്യായീകരിക്കും. പക്ഷെ രേണുവിന്റെ കേസിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഒരു സോഷ്യൽ മീഡിയ കഥാപാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് രേണു എന്ന് പറയുന്ന വ്യക്തി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയാസ് അങ്ങനെ ആക്കിയെടുത്തു ആ കൊച്ചിനെ. അപ്പൊ മീഡിയാസിന്റെ മുന്നിൽ പരമാവധി സൈലന്റ് ആയിട്ട് കുറച്ചും കൂടിയും അവനോട് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ചിലപ്പോൾ രേണുവിന് തോന്നുന്നുണ്ടാവും ലൈം ലൈറ്റിൽ നിന്നില്ലെങ്കിൽ വിഷയമാവുന്നു. ലൈം ലൈറ്റിൽ നിന്നില്ലെങ്കിൽ വിഷയമൊന്നുമില്ല, കാരണം രേണുവിന്റേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ഈ കുട്ടി പറയുന്ന കാര്യം, ഈ കുട്ടിയും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് പറയുന്നു. ഓരോരുത്തരുടെ ലൈഫിൽ ഓരോ സ്ട്രഗിളിങ് സ്റ്റേജ് ഉണ്ട്. ഒരു പാർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ. കാരണം കല്ലെറിയാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തിനാ ചെയ്തേന്ന് ചോദിക്കും. നമ്മൾ ചെയ്യാണ്ടിരുന്നാ ചോദിക്കും എന്താ ചെയ്യാണ്ടിരുന്നേന്ന് ചോദിക്കും. നമ്മൾ ചെയ്ത് രക്ഷപ്പെട്ടാ പറയും ഓ രക്ഷപ്പെടുന്ന എനിക്ക് നേരത്തെ അറിയായിരുന്നു എന്ന് പറയും. നമ്മൾ ചെയ്തിട്ട് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ പറയും ഓ ഇതെനിക്ക് നേരത്തെ അറിയായിരുന്നു, ഞാൻ രക്ഷപ്പെടാൻ പോണില്ല എന്നുള്ളത്. സോ പീപ്പിൾ ആർ അവരിങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഞാനിത് എടുത്തു പറയാനുള്ള കാരണം, ചില സ്ത്രീകൾ രണ്ട് സബ്സ്ക്രിപ്ഷനെ മാത്രം എടുത്തു വെച്ചിട്ട് കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണോ ചെയ്യുന്നത്? എന്താണ് ആ സ്ത്രീ പണിയെടുത്ത് ആ സ്ത്രീയുടെ രീതിയിൽ, ഭർത്താവ് മരിച്ചിട്ട് ആ സ്ത്രീയുടെ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. ഒരു മോശമായ രീതിയിൽ രേണുവിനെ കാണുകയോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് മോശമായ രീതിയിലുള്ള ഒരു കേസ് വരികയോ കാര്യങ്ങൾ വരികയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് വാറൊക്കെ ഇപ്പുറത്ത് നടക്കുന്നുണ്ടല്ലോ, ഗ്യാസിന്റെ പ്രശ്നം വരുന്നുണ്ട്, പല കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ചില ആളുകൾക്ക് രേണു ആണ് മെയിൻ ഫാക്ടർ, രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ ആണ് മെയിൻ ഫാക്ടർ. എന്നിട്ട് അഹാനേക്കാളും കൂടുതൽ രേണു, തുമ്പേക്കാളും കൂടുതൽ രേണു കോണ്ടന്റ് ഇല്ലാണ്ട് കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില ഓൺലൈൻ മീഡിയാസ് ഉണ്ടാക്കുന്ന ചില സംഭവങ്ങളാണ് ഇത്. എല്ലാവരും സബ്സ്ക്രിപ്ഷൻ ജീവിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷൻ അല്ല, ജീവിക്കാൻ വേണ്ടിയിട്ട് അവനവൻ അറിയാവുന്ന ജോലിയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. രേണുവിന് അഭിനയിക്കാനും ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും രേണുവിന് വരുന്ന പ്രൊമോഷൻസ് രേണു എടുക്കുന്നു, പൈസ കിട്ടുന്നു, എടുക്കുന്നു. അതിലവിടെ രേണു അയ്യോ നാട്ടുകാർ എന്തെങ്കിലും പറയുന്ന ശേഷം നോ പറയേണ്ട ആവശ്യമില്ല. പല സെലിബ്രിറ്റീസും സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് ഇവിടെ രേണു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോൾ മാത്രം എന്താണ് ഇവിടെ പലർക്കും ഒരു ഇച്ചിങ് പ്രോബ്ലം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പോകുന്നു. ഉള്ളി തിങ്ക് രേണു ഈ മീഡിയക്കാരോടുള്ള കുറച്ച് എടുത്തുചാട്ടവും സംസാരവും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കൊച്ചു നല്ലോണം പണിയെടുത്താണ് ജീവിക്കുന്നത്. ആ കൊച്ചിന് പൈസ സമ്പാദിക്കണം, പൈസക്ക് പൈസ തന്നെ വേണം എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇത് എത്ര ആൾക്കാർക്ക് ഡൈജസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ചില കുല സ്ത്രീകൾ പറയും ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ജോലിക്ക് അറിയാവുന്ന കാര്യമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ആ രേണുവിന് പാട്ട് പാടാൻ ഇഷ്ടം, രേണു പാട്ട് പാടുന്നു, രേണുവിന് ബാർ പ്രൊമോഷൻ വരുന്നു. അയ്യോ വേണ്ട, നാട്ടുകാർ എന്തെങ്കിലും പറയും, ഞാൻ വേണ്ട വെറുതെ ഇരിക്കാന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാർ കൊടുക്കുവോ നോക്കാനായിട്ട് പൈസ? ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം, സമ്പാദിക്കണം അല്ലെ. അപ്പൊ രേണു എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഉള്ളൊരു എല്ലാവരും വിചാരിച്ചു ഭയങ്കര സംഭവമാണ്, എടുത്തു ചാടി സംസാരിക്കും. പക്ഷെ ബിഗ് ബോസ് നമ്മൾ കണ്ടതാ, രേണുവിനെ ചൊറിയാത്ത പക്ഷം രേണു ഒരു രീതിയിലും പ്രശ്നം ഉണ്ടാക്കില്ല, ഒരു കുത്തിത്തിരിപ്പ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ചില സമയത്ത് രേണു ബിഹേവ് ചെയ്യുന്ന രീതി ചിന്തിക്കാതെ അല്ലെങ്കിൽ എടുത്തു ചാടി എന്തോ, എല്ലാവരും എല്ലാ രീതിയിൽ പെർഫെക്റ്റ് ആവണമെന്നില്ല, പക്ഷെ ആസ് എ പേഴ്സൺ അതൊരു പാവാണ്. പക്ഷെ ചില സിറ്റുവേഷനിൽ അത് എടുത്തു ചാടി എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് ചില പ്രശ്നങ്ങൾ വരുന്നതാണ്. പക്ഷെ എനിക്ക് അറിയാവുന്ന ഒരു നൈറ്റ് ഫുള്ള് ഞാൻ രേണുവിന്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, രേണുവായിട്ട് പോഡ്കാസ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പൊക്കെ സംസാരിക്കുമ്പോഴും രേണുവിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ശരിയാണ്, ഒറ്റപ്പെട്ട് ആരും സഹായിക്കാൻ ഹെൽപ്പില്ലാത്ത ഒരു സിറ്റുവേഷനിൽ രേണുവിനെ അഭിനയിക്കാൻ അറിയാം, രേണു അഭിനയിക്കുന്നു, രേണു ജോലി ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ എല്ലാം കൂടി എടുത്ത് പുറത്തോട്ടിട്ടു.
പേഴ്സണൽ ലൈഫിൽ നിന്നോ പബ്ലിക് ലൈഫിൽ നിന്നോ ഒന്നുമില്ല. അത് മീഡിയയുടെ മുന്നിൽ രേണു ഒരു തുറന്ന പുസ്തകം പോലെ ഇരുന്നു. അതാണ് രേണുവിന് പറ്റിയ പ്രശ്നം. അതൊന്ന് കൺട്രോൾ ചെയ്താൽ തീരാവുന്ന വിഷയമുള്ളൂ. പിന്നെ ഈ സബ്സ്ക്രിപ്ഷന് തൂങ്ങി പിടിച്ചു ചില പുതുമുഖങ്ങൾ വന്ന് സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തൂടെ, ജോലിക്ക് പോയിക്കൂടെ, കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണോ. എന്താണ് ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ ഇങ്ങനെ ജീവിക്കാവൂ എന്നുള്ള റൂളൊന്നുമില്ല. ഇതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയ റൂൾ ബുക്കാണ്. ഒരു മനുഷ്യൻ ഈ സൊസൈറ്റിയുടെ മുന്നിൽ ചീത്തയാവാനും നല്ലതാവാനൊക്കെ നിമിഷ നേരം മതി. അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്താൽ നല്ലവൻ അല്ലെങ്കിൽ നല്ലവൾ, അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്താൽ അല്ലെങ്കിൽ അവരൊരു കാര്യം ചോദിച്ചാൽ ചെയ്തില്ലെങ്കിൽ ചീത്ത, നൊടിയിടയിൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പക്ഷെ അവനവന്റെ ലൈഫ് അത് ടേക്കപ്പ് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് അത് അവർക്ക് തന്നെ അറിയുള്ളൂ. ഒരു കൂട്ട് വേണമെന്ന് പറഞ്ഞിട്ട് രേണു പോസ്റ്റ് ഇട്ടു. അതിന്റെ പുറകെ ഒരുപാട് ആൾക്കാർ ഒരുപാട് കോലാഹലങ്ങൾ പറഞ്ഞു തുടങ്ങി. ആ കൊച്ചിന് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, ഒരു കൂട്ട് വേണം തോന്നില്ല, തെറ്റില്ല. പക്ഷേ അവിടെ പ്രശ്നം വന്നത് എന്താണെന്നറിയാമോ, മുമ്പിലേ തൊട്ടിട്ട് ഒരാളായിട്ട് ഇഷ്ടമാണ്, അങ്ങനെയാണ് ഇങ്ങനെയെന്നുള്ള കുറച്ച് സ്പൈസി മസാല സംഭവങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി. അപ്പൊ മൊത്തത്തിൽ രേണു ശരിയാന്നല്ല ഞാൻ പറയുന്നത്. രേണുവിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. പക്ഷെ ഈ പ്രശ്നങ്ങളെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് ആ കുട്ടിയെ എടുത്തിട്ട് അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ആയതുകൊണ്ട് ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഷാർപ്പ് പോയിന്റിങ് ചെയ്ത് കൊണ്ടുവരുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ കുട്ടി പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. പല രേണുവിന്റെ വീഡിയോസിലും ഇടുന്ന ഒരു കമന്റ്, ഇവൾ ഇങ്ങനെയാണ്, ഇവളെ നോക്കണ്ട. കാരണം ഈ കമന്റ് ഇടുന്നവർക്ക് രേണുവിനെ പേഴ്സണലി അറിയില്ല. ഈ കമന്റ് ഇടുന്നവർക്ക് രേണുവിന്റെ ഭാഗത്തുനിന്ന് ഒരു ദ്രോഹം ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ കുറ്റം പറഞ്ഞ കമന്റ് ഇടും. അതെന്റെ ഒരു സ്വഭാവമാണ്. അത് അങ്ങനെ കൊണ്ട് നടക്കുന്ന ചില ആളുകളുണ്ട്. ലീവ് ആൻഡ് ലെറ്റ് ലീവ്. പ്രശ്നങ്ങൾ കണ്ടാൽ ഞാനും റിയാക്ട് ചെയ്യാറുണ്ട്. ഞാൻ രേണുവിനെ പറ്റി നല്ല വീഡിയോസും കണ്ടിട്ടുണ്ട്, രേണു ചെയ്ത തെറ്റുകളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എപ്പോഴാ എങ്ക പാത്താലും രേണു സബ്സ്ക്രിപ്ഷൻ ഓട്ട് ആ കൊച്ചു സബ്സ്ക്രിപ്ഷൻ തുടങ്ങട്ടെ. അത് കാണാനും കുറെ ആൾക്കാർ അവിടെ പോയി നിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെ എൻ ചെയ്യണമെങ്കിൽ ആ കുട്ടി അങ്ങനെ എൻ ചെയ്തോട്ടെ. ആ കുട്ടിക്ക് ആ കുട്ടിയുടേതായ തീരുമാനങ്ങളും ഇഷ്ടങ്ങളും എല്ലാം ഉണ്ടല്ലോ. അത് ആ വഴിക്ക് പോട്ടെ. ഇതാർക്കും ദ്രോഹം ചെയ്യുന്നില്ലല്ലോ. ഓരോരുത്തരുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. മറ്റുള്ളവർക്ക് പ്രശ്നമില്ലാത്തടത്തോളം കാലം ഇതൊന്നും ഒരു വിഷയമല്ല. മനസ്സിലായോ? രേണുവിന് ഇഷ്ടമുള്ള ഡ്രസ്സ് രേണു ഇടട്ടെ, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഓരോരുത്തർ ഇടട്ടെ. അതിന്റെ മേലെ ഒരു പണിയില്ലാതെ ഓരോരുത്തർ വന്നിങ്ങനെ ചൊറിഞ്ഞ് സംസാരിക്കുന്നവരാണ് പ്രശ്നക്കാർ.